ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറി സാഗ. നമുക്കിന്ന് ഇവിടെ കേരള സ്റ്റൈൽ ഒരു നാടൻ സാമ്പാർ ചെയ്യാം. ഈ സാമ്പാർ വന്നിട്ട് നമ്മൾ സാമ്പാർ പൊടിയൊന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കും. വളരെ നല്ല ടേസ്റ്റിയായ ഒരു സാമ്പാറാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കുക്കറിലേക്ക് 3/4 കപ്പ് തോരപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. നമ്മളത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ ഇടാം. ഇതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 2 തക്കാളി, ഒരു 1.5 കപ്പ് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം, കുറച്ച് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാൻ ഇടാം. ഈ ഒരു പാത്രത്തേക്ക് 1 സ്പൂൺ തോരപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 6-7 ചുവന്ന മുളക്, ഒരു 2 സ്പൂൺ മുഴുവൻ മല്ലി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതൊരു മീഡിയം ചൂടിലിട്ടിട്ട് കരിഞ്ഞു പോകാണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത് നമ്മളിവിടെ. ഇതൊരു ഇൻസ്റ്റൻറ്റ് സാമ്പാർ കൂടിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ചൂടിലിട്ട് 2-3 മിനിറ്റ് മീഡിയം ചൂടിലിട്ട് ഒന്ന് നന്നായി വറുത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് വറുത്തിട്ട് അതിൻ്റെ പച്ചമണം പോയിട്ട് ഒരു നല്ല റോസ്റ്റായ മണം വരുന്ന തുടങ്ങും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ചൂടായതിനു ശേഷം കായപ്പൊടി ഇടുക. കാരണം കായപ്പൊടി ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ വാങ്ങും. ഇതൊരു മിക്സിയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് സാമ്പാർ പൊടിയുടെ പദത്തിന് എടുത്തുകൊണ്ട് വന്നു. ഇനി അതേ പാത്രത്തിലേക്ക് നമുക്കൊരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ടെടുക്കാം. അതിന് നന്നായിട്ട് വറുക്കണം. തീയലിൻ്റെ പാകത്തിന് നല്ലോണം ബ്രൗണായിട്ടൊന്നും വറുക്കണ്ട. കുറച്ച് വെള്ളത്തിൻ്റെ അംശം പോയെങ്കിൽ ആ സമയം കൊണ്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ള പുളി. തേങ്ങ നമുക്ക് നന്നായി വറുത്ത് കൊടുക്കാം. നല്ലോണം ചോക്കനെ നന്നായി ബ്രൗൺ ആവണ വരെ ഒന്ന് വറുക്കണ്ടായിട്ട് ഇതിൻ്റെ വെള്ളം പോയിട്ട് ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങിയാൽ മതി. തീയലിന് വറുക്കണ പോലെ വറുക്കണ്ട. ഇതിപ്പോൾ കുറച്ച് ചെറുതായിട്ട് പകുതി ബ്രൗൺ, കുറച്ച് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി നമുക്ക്. ഇനി ഒരു 2 മിനിറ്റിൽ ഇത് നമുക്ക് നിർത്താം. ഇതിനായിട്ട് തേങ്ങയുടെ വെള്ളം വറ്റിയിട്ട് കുറച്ചൊരു ബ്രൗൺ ആയി തുടങ്ങിയ സ്റ്റേജിൽ നമുക്കത് ഓഫ് ചെയ്യാം. ഇത് നല്ലോണം ഉണ്ട്. ആ സമയം കൊണ്ട് നമ്മളുടെ പച്ചക്കറി എടുത്ത് മാറ്റി വെച്ചു, അത് തിരിച്ചെടുത്ത് വെച്ചു, അത് വെന്തിട്ടുണ്ട്. തേങ്ങ ആ സമയം കൊണ്ട് ഞാൻ അരച്ചിട്ട് വരികയാണ്. ഒരുവിധം നന്നായി അരയ്ക്കണം, എന്നാൽ പക്ഷേ മഷി പോലെ ഒന്നും അരയണ്ട. ഒരു പകുതി അരവ് അരഞ്ഞാൽ മതി, മഷി പോലെ അരയണമെന്നില്ല.
ഇനി ഇതിലേക്ക് അരച്ചുകൊണ്ടുവന്ന തേങ്ങ ഞാൻ വേവാൻ വെച്ചിരിക്കുന്ന പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതേപോലെ ആ സാമ്പാർ പൊടി നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്ന സാമ്പാർ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടിത് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായി തള വരുമ്പോൾ നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ ഒരു നല്ല 1-2 തിള വരണം. ഇളക്കി കൊടുക്കാം. വെന്തിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കിയതാണ്. കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിളയ്ക്കുമ്പോൾ നല്ല മണമാണ്. ഇതെല്ലാത്തിൻ്റെയും സാമ്പാർ പൊടിയുടെയും കറിവേപ്പിലയുടെയും എല്ലാം കൂടെ നല്ല മണമാണ്. നന്നായിട്ട് തിളച്ചു. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഒന്ന് വറുത്തിട്ട് കൊടുത്താൽ മാത്രം മതി. ഞാൻ കുറച്ച് എണ്ണയിൽ ഒരു ടീസ്പൂൺ കടുക്, ഒരു പിടി കറിവേപ്പില, ഒരു 2 ചുവന്ന മുളക് ചേർത്തിട്ട് നന്നായിട്ട് വറുത്തിട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ. ഈ സാമ്പാർ വന്നിട്ട് നിങ്ങൾ സാമ്പാർ പൊടി ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടി ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നന്നായിട്ടുണ്ടാവും. ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.